ജമീമ ജീസസ് എന്നുള്ള ഒരു പദം പറഞ്ഞപ്പോൾ അത് ഇത്രയും വൈറലാകാനുള്ള ഒരു കാരണം ഒന്ന് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഫാദർ അനധികൃതമായിട്ട് ഈ സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി ഇവരുടെ ക്ലബിന്റെ ഹാൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഇവരെ പുറത്താക്കിയ ഒരു സംഭവം. അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അതും കൃത്യമായി ഒരു വിഭാഗം ആളുകൾ അത് ചെയ്തു എന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പറഞ്ഞ കാര്യം ഇത്ര വൈറലായി മാറുന്നത്. കാരണം അവർക്ക് അതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു അടിയായി മാറുന്ന ഒരു സാഹചര്യം ആണ് ഇതിൽ നിന്നും ഉടലെടുത്തത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഏത് സാഹചര്യത്തിൽ നിന്ന്, ഇപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ജമീമ ഇങ്ങനെയൊരു ഒരു സംഗതി സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ 12 ലോകകപ്പുകളിൽ 7 ലോകകപ്പും ജയിച്ചത് ഈ ഓസ്ട്രേലിയയുടെ ഈ വുമൺസ് ക്രിക്കറ്റ് ടീമാണ്. ഈ വുമൺസ് ലോകകപ്പിൻ്റെ അതിൽ തന്നെ കഴിഞ്ഞ 15 മത്സരങ്ങളും ലോകകപ്പ് മത്സരങ്ങളും ഇവർ തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയ. എന്ന് വെച്ചാൽ അത്ര ശക്തമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇപ്പോൾ മെൻസ് ടീമിനെ പോലെ തന്നെ അതുപോലെ ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഓസ്ട്രേലിയയുടെ ഈ വുമൺസ് ടീം എന്ന് പറയുന്നത്. ഇന്ത്യയുടേത് എന്നാൽ അത്രയും ശക്തമല്ല. നമുക്കറിയാം, കഴിഞ്ഞ 3 ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള മത്സരം തോറ്റു, ഈ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മത്സരങ്ങളെല്ലാം തോറ്റാണ് ഇന്ത്യ വരുന്നത്. ന്യൂസിലാൻഡിനോടും അത് ഉള്ള മത്സരമാണ് ജയിച്ചത്. അതിനുശേഷം ബംഗ്ലാദേശിനോടുള്ള മത്സരം റിസൾട്ട് ഇല്ലാതെ പോയി. അങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യ കടന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലെവലിലാണ് ഇന്ത്യ വരുന്നത്. എനിക്ക് തോന്നുന്നു പണ്ട് കപിൽദേവ് ലോകകപ്പ് ജയിച്ച ആ സമയം, കപിൽദേവിന്റെ ടീം ലോകകപ്പ് ജയിച്ച ആ ഒരു സമയത്തുള്ള ഒരു ഫീല് പലപ്പോഴും ഇതിനും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ 339 റൺസ് അടിച്ചപ്പോൾ ജയിച്ചു എന്ന് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ആ മത്സരത്തിലേക്ക് ഇന്ത്യ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. അവിടെ നിന്നാണ്, അങ്ങനെ ഒരു അസാധ്യ സ്ഥലത്ത് നിന്നാണ് ജമീമ ഇങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. ആ അത്ഭുതം സൃഷ്ടിച്ചെടുക്കാൻ എങ്ങനെ ജമീമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളിടത്ത് നിന്നാണ് അത് ഈ ദൈവവചനം, സ്റ്റേ കാം, ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ എന്ന് വെച്ചാൽ ആ ബൈബിളിലെ ആ വചനത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ട്. ജമീമ അത് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആ സമയത്ത് ഈ ജമീമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ അവസാന സമയത്ത് എന്തായിരുന്നു നിങ്ങളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്ന സംഗതി എന്തായിരുന്നു ചോദിക്കുമ്പോഴാണ് ജമീമ ഈ വചനം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസാധ്യതയിൽ നിന്നും തോൽവി ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ നിന്നും, ഇത്രയും ശക്തമായ ഒരു ടീം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ജമീമ ഇത് സൃഷ്ടിച്ചെടുക്കാൻ ജമീമയെ പ്രാപ്തയാക്കിയത് ഈ ബൈബിൾ വചനങ്ങളാണ്, ജീസസ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ അതാണ് ആ ഡെപ്ത്. അത്രയും ഡെപ്ത് ഉണ്ട് ഇതിന്. അത്രയും വലിയ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത്. അത് ക്രിസ്തുവിലൂടെയാണ് എന്ന് പറയുന്നിടത്താണെന്നാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജമീമയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം.